ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ആലുവ ശിവരാത്രിയോടനുബന്ധിച്ച് പൂർവികർ ചെയ്തു വന്നിരുന്ന സംഭാര വിതരണം ഏറ്റെടുത്ത പുതുതലമുറയും. ആലുവ മഹാശിവരാത്രിയോടനുബന്ധിച്ച് UC കോളേജ് പോസ്റ്റ് ഓഫീസിന് എതിർവശം ഗിരിജാ മന്ദിരത്തിലെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ മുത്തശ്ശനായ പുന്നേലിൽ രാമൻപിള്ള തുടങ്ങിവെച്ച സംഭാര വിതരണം ഇപ്പോഴും തുടരുകയാണ്. 4ാം തലമുറയാണ് കൃത്യമായി ഇപ്പോഴും ഈ സംഭാര വിതരണം തുടർന്നു പോകുന്നത്. ഇത് ആലുവ ശിവരാത്രി മണപ്പുറം ശിവരാത്രി അനുബന്ധിച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തു തരുന്നതാണ് മോരും വെള്ളം. ഈ ചൂട് കാലത്ത് നടന്ന് ബലിയിടാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് കൊടുത്തു തന്നെ ആണ് ഈ വെള്ളം. അതിപ്പം ഞങ്ങൾ ഈ ജനറേഷനും ചെയ്തു വരുന്നു, ഇനി അടുത്ത ജനറേഷനും ചെയ്തു വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പം മുടക്കമില്ലാണ്ട് ഇത്രയും വർഷമായിട്ടൊരു 3 ജനറേഷനായിട്ട് ചെയ്യുന്നുണ്ട്. ബലിയിട്ടിട്ട് വന്ന ആൾക്കാർക്ക് ഈ ചൂടത്ത് വെള്ളം കൊടുക്കണത്. അപ്പൂപ്പൻ്റെ അച്ഛൻ ഇവിടുത്തെ പ്രവർത്തിക്കാരായിരുന്നു രാമൻപിള്ള. അപ്പം അദ്ദേഹം തുടങ്ങി വെച്ചൊരു കാര്യമാണ്. അതിപ്പം ഞങ്ങളും ദൈവം അനുഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്നു. ഏകദേശം 100 വർഷത്തിന് മുകളിലായി ഈ സംഭാര വിതരണം നടക്കുന്നു. ദാഹിക്കുന്നവർക്കും ദാഹം അകറ്റിപ്പോകുക എന്ന ഉദ്ദേശത്തോടെ ശിവരാത്രിയോട് അനുബന്ധിച്ചുള്ള 3 ദിവസങ്ങളിലായാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഞങ്ങൾ ഒരു പുണ്യകർമ്മമായാണ് ഇതിനെ കാണുന്നതെന്ന് ഇവർ പറഞ്ഞു. ദിവസവും ധാരാളം ആളുകൾ ദാഹം അകറ്റിപ്പോകുന്നുണ്ട്. വർഷങ്ങളായി നടത്തിവരുന്ന പുണ്യപ്രവൃത്തി മുടക്കം കൂടാതെ വരും തലമുറകൾക്കും നടത്താൻ സാധിക്കട്ടെ എന്ന് ഇവർ പറയുന്നു. ബിന്ദു, ലക്ഷ്മി, വിജയലക്ഷ്മി, അമൃത എന്നിവരാണ് ഇപ്പോൾ ഈ സംഭാര വിതരണം നടത്തിവരുന്നത്. വർഷത്തിൽ 3 ദിവസം, അതായത് ശിവരാത്രിയുടെ അന്നും ബാക്കി 2 ദിവസം പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ, അതായത് ബലിയിടുന്ന ദിവസങ്ങളിൽ 2 ദിവസവും ഇതുപോലെ സംഭാരം എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുന്നതാണ്. ഇപ്പോൾ 3ാമത്തെ തലമുറയാണ് നമ്മളിത് കൊടുത്തു വരുന്നത്. ഞങ്ങൾ ഈ യങ് ജനറേഷനും ഇത് ഞങ്ങൾക്ക് കൈമാറി കിട്ടി. ഞങ്ങളും ഇത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് മുടക്കം വരാണ്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, ആലുവ.